പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് ഉദിതനായ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 11, 14, 15 വേദഭാഗം നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ നല്ല ഇടയൻ. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ സംഭാഷണം യെരൂശലേം ദേവാലയത്തിൽ പുരോഹിതന്മാരുടെയും മതമേധാവികളുടെയും സാന്നിധ്യത്തിൽ പരസ്യമായി ചെയ്തതായിരുന്നു. യേശുവിൻ്റെ പ്രബോധനങ്ങൾ യഹൂദന്മാരുടെ പ്രധാന പെരുന്നാളുകളോട് ബന്ധപ്പെടുത്തിയും അവയുടെ പശ്ചാത്തലത്തിലും അവതരിപ്പിക്കുക എന്നത് യോഹന്നാൻ ശ്ലീഹായുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയ സംഭാഷണം പെസഹ പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തി. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് തുടങ്ങുന്ന പ്രബോധനം കൂടാര പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രബോധനം പ്രതിഷ്ഠ പെരുന്നാളിൻ്റെ ഹനൂക്കയുടെ പശ്ചാത്തലത്തിൽ അത്രേ ചെയ്തത്. ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് യേശു പറഞ്ഞു തുടങ്ങുന്നത് അന്ന് ദേവാലയത്തിൽ വായിച്ചതായ വേദഭാഗത്തെ ആസ്പദമാക്കിയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഒരു നല്ല ഇടയൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. യെഹെസ്കേൽ പ്രവാചകൻ മോശമായ ഇടയന്മാരുടെ ചിത്രവും നൽകുന്നതായി നമുക്ക് ഇവിടെ കാണാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 23-24 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും. എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ അവൻ അവയെ മേയിച്ചു അവയ്ക്ക് ഇടയനായിരിക്കും. അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവുമായിരിക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇതിനെ തുടർന്ന് യേശു പറയുന്നത് ഞാൻ നല്ല ഇടയൻ ആകുന്നു എന്നതാണ്. യഹോവയോട് മോശ അപേക്ഷിക്കുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്ത് കൊണ്ടുപോകുവാനും അകത്ത് കൊണ്ടുപോകുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് ഈ വേദഭാഗം ഇവിടെ പറയുന്നു. 23-ാം സങ്കീർത്തനം നാം നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇത്. അതായത് യെഹെസ്കേൽ പ്രവാചകന്റെ 34-ാം അധ്യായവും 23-ാം സങ്കീർത്തനവും നാം നോക്കുമ്പോൾ അതിൽ പറയുന്നത് ഇടയന്മാരെ കുറിച്ച് ആണ് എന്ന് നമുക്ക് അറിയാം. നല്ല ഇടയൻ ആടുകളെ അറിയുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്ത് നമുക്ക് പറയുവാനുള്ളത്. ഇടയൻ ആടുകളെ തിരിച്ചറിയുന്നു, എന്നാൽ ആടുകൾ ഇടയനെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ വ്യക്തമായി അറിയുന്നു എന്നുള്ളത് എത്ര ആശ്വാസകരമാണ്. എന്നാൽ നാം ദൈവത്തെ തിരിച്ചറിയുന്നുണ്ടോ? അതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവയ്ക്ക് മുമ്പായി നടക്കുന്നു. യേശു നമുക്ക് മുമ്പായി നടന്നുകൊണ്ട് നമ്മെ മാടി വിളിക്കുന്നു. നാം അവനെ അനുഗമിക്കുന്നുവെങ്കിൽ അവൻ്റെ വിളി നമുക്ക് കാണുവാൻ സാധിക്കും, കേൾക്കുവാൻ സാധിക്കും. അവൻ മാടി വിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ചെയ്യാത്തവർക്ക് അനുഗ്രഹം ലഭിക്കുമോ ഇല്ലയോ എന്ന് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ അവസരത്തിലാണ് നാം ജീവിക്കുന്നത്.
മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവർ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. നാമോ അവനെ അനുഗമിക്കുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുക. നാലാമത്തെ കാര്യം ഇവിടെ പറയുവാനുള്ളത്, ഇടയൻ മേച്ചിൽ പുറം കണ്ടെത്തി അവിടേക്ക് നയിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം 14 വാക്യത്തിൽ ഇത് വളരെ ക്ലിയറായി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിന്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയുകയും ചെയ്യുമെന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അഞ്ചാമത്തെ കാര്യം നമുക്കിവിടെ പറയുവാനുള്ളത്, കാണാതെ പോയതിനെ അന്വേഷിക്കും. ലൂക്കോസ് എവൻഗേലിയോസ്ത എഴുതിയ സുവിശേഷം 19 അധ്യായം 10 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് ഈ വേദഭാഗം നമ്മോട് പറയുന്നു. നമ്മുടെ സമൂഹത്തിൽ കാണാതെ പോയവരെ നാം അന്വേഷിക്കുന്നുണ്ടോ? ഇടവകയിൽ നിന്ന് കാണാതെ പോകുന്ന, തെറ്റിപ്പോകുന്നവരെ നാം തിരിച്ച് കൊണ്ടുവരാറുണ്ടോ? നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാർ അതിനായി വളരെ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവരോടൊപ്പം സഹകരിച്ചു നിൽക്കാൻ നമ്മളിൽ എത്ര പേര് ഉണ്ട് എന്ന് നാം നമ്മോട് തന്നെ അയ്മേനികളായ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മീയ പിതാക്കന്മാരെ നമ്മൾ അനുസരിക്കുകയും അവർ കാണിച്ചു തരുന്നതായ പാതകളിലൂടെ നാം മുമ്പോട്ട് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇടവകയെ മാത്രമല്ല, ആ ഇടവകയിലെ ആടുകളെ നല്ല രീതിയിൽ മുമ്പോട്ട് ആത്മീയമായി നയിക്കുന്നതിന് അവർക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി നാം അതിന് പ്രകാരം ജീവിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആടുകൾക്ക് വേണ്ടി ജീവനെ സമർപ്പിക്കുന്നു എന്നുള്ള ഭാഗം യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 10 അധ്യായം 10, 11, 14, 15 എന്നീ ഭാഗം നമ്മൾ ആദ്യമേ തന്നെ വായിച്ചു കേട്ടു. അത് നാം മനസ്സിലാക്കുന്നത് ഏറ്റവും നന്ന് ആയിരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ നാം നല്ല ഇടയന്മാരെ കുറിച്ചുള്ള ഭാഗങ്ങൾ കണ്ടു. അതിലൊന്നും ജീവൻ കൊടുക്കുന്നതായി നാം കാണുന്നില്ല. എന്നാൽ യേശു മാത്രമാണ് തൻ്റെ ജീവനെ കൊടുത്തതും ഉയർത്തെഴുന്നേറ്റതും. നമുക്ക് വേണ്ടി ജീവനെ കൊടുത്തതായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞതായ കാര്യങ്ങൾ നമ്മൾ വായിക്കാറുണ്ടോ? പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പൊതുവിന് എഴുതിയ 1 ലേഖനം 3 അധ്യായം 16 വാക്യത്തിലും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 20 വാക്യത്തിലും നാം വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉപദേശിക്കുന്നതായ കാര്യങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ, നല്ലൊരു കേൾവിക്കാരായി കേൾക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നതുള്ളതിന് യാതൊരു സംശയവുമില്ല. നല്ല ഇടയനായ യേശുവിൻ്റെ മിഴിവുറ്റ ചിത്രം നമ്മുടെ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കട്ടെ. അജപാലന ധർമ്മം ഒരു വിളിയായി സ്വീകരിച്ചിട്ടുള്ളവർ ആ മാതൃക പിന്തുടർന്ന് മുമ്പോട്ട് അവർ ജീവിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി ആ വഴിയിലൂടെ സഞ്ചരിച്ച് കർത്താവായ യേശുവിൽ വിശ്വസിച്ച് അവനെ നല്ല ഇടയനായി സ്വീകരിച്ച് ബാക്കി ജീവിതം നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കാമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.